എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, പ്രേക്ഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ഈ ചാനലിലേക്ക് ഹാർദമായി ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മൾ പഠിക്കുന്നത് 20 മണിക്കൂർ കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാനാണ്. അത് അങ്ങനെ അതിനുവേണ്ടി നടത്തുന്ന ക്ലാസ്സുകളിൽ 4മത്തെയാണ് ഈ ക്ലാസ്. ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ പഠിച്ചത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. കഴിഞ്ഞ ക്ലാസ്സിൽ വാചകത്തിന് കുറേ ചെറിയ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളെ വാക്യഭാഗങ്ങൾ എന്ന് പറയും. ഈ വാക്യഭാഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് വാക്യഭാഗം. അതിന് പൂർണ്ണമായ ഒരു അർത്ഥവും ഉണ്ടായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വാക്യഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായ അർത്ഥമുള്ള വാക്കുകളുടെ ഒരു കൂട്ടം. ആ കൂട്ടത്തെയാണ് വാക്യഭാഗം എന്ന് പറയുക. അതായത് വാക്യത്തിൻ്റെ ഭാഗമായി വരുന്നതും പൂർണ്ണ അർത്ഥമുള്ളതുമായ വാക്കുകളുടെ ഒരു കൂട്ടമാണ് വാസ്തവത്തിൽ വാക്യഭാഗം. അപ്പോൾ നമ്മൾ വാക്യഭാഗത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായി ഒന്ന് പറഞ്ഞുള്ളൂ. എന്നാലും നമുക്ക് വാക്യഭാഗത്തിൻ്റെ ഇമ്പോർട്ടൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. ഒരു നിശ്ചിത ക്രമത്തിൽ വാക്യഭാഗങ്ങൾ അടുക്കിയാണ് വാചകമുണ്ടാക്കുന്നത്. അത് നമുക്ക് മനസ്സിലായിരുന്നില്ലേ? ഒരു നിശ്ചിത ക്രമത്തിൽ വാക്യഭാഗങ്ങൾ അടുക്കിയാണ് എന്തുണ്ടാക്കുന്നത്? ഒരു വാചകം അഥവാ വാക്യമുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഉദാഹരണമൊക്കെ എടുത്ത് അതൊന്ന് വിശദീകരിച്ച് തന്നു. ആ വാചകം ഇപ്പോഴും നമ്മുടെ ബ്ലാക്ക് ബോർഡിലുണ്ട്. അതിൽ ഇന്നലെ രാത്രിയിൽ ഞാൻ ഒരു പാമ്പ് ഒരു തവളയെ വിഴുങ്ങുന്നത് കണ്ടു എന്നതായിരുന്നു വാചകം. അതിൽ 7 വാക്യഭാഗം ഉണ്ടെന്നും ഓരോ വാക്യഭാഗത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള വാക്യഭാഗം എന്താണെന്നും നമ്മൾ അതിൻ്റെ മുകളിൽ എഴുതുകയും ഒക്കെ ചെയ്ത് കാണിച്ചു തന്നു. പിന്നെ മാത്രമല്ല, അത് അടക്കേണ്ട ക്രമം പറഞ്ഞു തന്നു. മലയാളത്തിൽ മൂന്നാമത് വന്നതിൻ്റെ വാക്യഭാഗമാണ് ഒന്നാമത് എഴുതേണ്ടതെന്നും, അതുപോലെ 7ാമത് വന്ന വാക്യഭാഗമാണ് രണ്ടാമത് എഴുതേണ്ടതെന്നും, 4ാമത് വന്ന വാക്യഭാഗമാണ് 3ാമത് എഴുതേണ്ടതെന്നും, 6ാമത് വന്ന വാക്യഭാഗമാണ് 4ാമത് എഴുതേണ്ടതെന്നും, 5ാമത് വന്ന വാക്യമാണ് 5ാമതായി എഴുതേണ്ടതെന്നും, 2ാമത് ആയി വന്ന വാക്യഭാഗമാണ് 6ാമത് എഴുതേണ്ടതെന്നും, ഏറ്റവും ഒടുവിൽ 1ാമതായി വന്ന വാക്യഭാഗമാണ് ഏറ്റവും ഒടുവിൽ എഴുതേണ്ടതെന്നും നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വാചകത്തെ ഇംഗ്ലീഷിൽ ആക്കാൻ പറ്റും. എന്തായിരിക്കും ആ വാചകം? ഐ സോ എ സ്നേക്ക് swallowing എ frog അറ്റ് നൈറ്റ് യെസ്റ്റർഡേ. ഇതിപ്പോൾ ഒരു അർത്ഥശുദ്ധിയുള്ള ഒരു ഇംഗ്ലീഷ് വാചകമായി, ശരിയായ വാചകമായി. അപ്പം നമ്മൾ എന്താ ചെയ്തത്? മലയാളത്തിലുള്ള വാക്യഭാഗങ്ങൾക്ക് തത്തുല്യമായ ഇംഗ്ലീഷിലെ വാക്യഭാഗങ്ങൾ കണ്ടുപിടിച്ചു. അത് ഇംഗ്ലീഷുകാർ പറയുന്ന ക്രമത്തിൽ അത് പറഞ്ഞപ്പോൾ ശുദ്ധമായ ശരിയായ ഒരു വാക്യമായി. ആ വാക്യം എഴുതേണ്ട രീതി നമ്മൾ പഠിച്ചു. എന്താ ചെയ്യുന്നത് മനസ്സിലായി? നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ ഈ വാക്യഭാഗം എങ്ങനെ എഴുതുന്നതെന്ന് വാചകം എങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൽ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി. എന്താണ് വ്യക്തമായിട്ടുള്ളത്? വ്യക്തമായത് എന്താണ്? അതായത് ഈ ക്രമത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഇല്ലേ? നമ്മുടെ ക്രമമല്ല അവരുടെ മനസ്സിലായി.
ഇംഗ്ലീഷിൽ അവയുടെ ക്രമത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നും മനസ്സിലായി ഇല്ലേ? അത് നമ്മുടെ മലയാളത്തിലെ പോലെയില്ല. മലയാളത്തിൽ ക്രമത്തിന് അത്ര പ്രാധാന്യമില്ല, വളരെ കുറച്ച് പ്രാധാന്യമുള്ളൂ. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങനെയല്ല. വാക്യഭാഗത്തിൻ്റെ ക്രമത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ക്രമം മാറിയാൽ അർത്ഥം ആകെ മാറിപ്പോകും എന്നതാണ് അതിന് കാരണം. അപ്പോൾ ഈ വാക്യഭാഗങ്ങൾ അടുക്കി വയ്ക്കുന്ന ക്രമത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ട് വളരെ വ്യക്തമാകുകയില്ല. അപ്പം നമുക്ക് ഈ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് ചില വാക്യങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. അതായത് എൻ്റെ വീടിൻ്റെ അടുത്ത് 2 കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾ. ഒരാളുടെ പേര് രാമൻ, മറ്റൊരാളുടെ പേര് രാജൻ. രാമൻ മലയാളം മീഡിയത്തിലും പഠിക്കുന്നു, രാജൻ ഇംഗ്ലീഷ് മീഡിയത്തിലും പഠിക്കുന്നു. 2 പേരും നല്ല സുഹൃത്തുക്കളാണ്. ഒരു ദിവസം അവർ സ്കൂളിലൊരു സംഭവം ഉണ്ടായി. അപ്പോൾ സ്കൂൾ വിട്ടു വന്നപ്പോൾ രാമൻ രാമൻ്റെ വീട്ടിലേക്കും ഈ രാജൻ രാജൻ്റെ വീട്ടിലേക്കും പോയി. അപ്പോൾ രാമൻ്റെ അമ്മ ചോദിച്ചു, സ്കൂളിൽ വല്ല വിശേഷം ഉണ്ടായോ? അപ്പോൾ രാമൻ അത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ് വിശേഷം ഉണ്ടായെന്ന്. അപ്പോൾ നമുക്കറിഞ്ഞൂടാ, നിങ്ങൾക്കറിഞ്ഞൂടാ, അവരമ്മയ്ക്ക് അറിഞ്ഞൂടാ. എന്ന് സംഭവം അത് കേൾക്കുക നിങ്ങൾ. എന്താണ് രാമൻ അമ്മയോട് പറഞ്ഞത്? ഇതായിരുന്നു രാമൻ അമ്മയോട് പറഞ്ഞത്. അതായത് അധ്യാപകൻ കുട്ടിയെ തല്ലി. ഇങ്ങനെയാണ് രാമൻ അവൻ്റെ അമ്മയോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി, നിങ്ങൾക്കും കാര്യം മനസ്സിലായി എന്താ ഒരു സ്കൂളിൽ സംഭവിച്ചതെന്ന് അല്ലേ? അപ്പോൾ ആ സംഭവത്തിന് എന്തായിരുന്നു കാരണം നമ്മൾ ചിന്തിച്ചേ. അധ്യാപകനുണ്ട്, കുട്ടിയുണ്ട്, അവിടെ സംഭവമില്ല. എപ്പോഴാണ് സംഭവമായത്? തല്ലിയപ്പോൾ അവിടെ ഒരു സംഭവമായി അല്ലേ? അപ്പോൾ എന്താണ് ഈ അവിടെ ഒരു പ്രവൃത്തി നടന്നു, ഒരു ക്രിയ നടന്നു അവിടെ. അതായത് ക്രിയ തല്ലി എന്ന ക്രിയ അല്ലേ? അപ്പോൾ ഒരു സംഭവം ഉണ്ടാക്കി. ആ സംഭവം ഉണ്ടാക്കാൻ കാരണമുള്ള കാര്യത്തിനെ സൂചിപ്പിക്കുന്ന വാക്യഭാഗം ഏതാ? തല്ലി അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു അതിനെ എന്തെന്ന് പറയുക, ആ വാക്യഭാഗത്തിനെ വേർബ് അഥവാ ക്രിയയെ സൂചിപ്പിക്കുന്ന വാക്യഭാഗം എന്ന് പറയും എന്ന് പഠിപ്പിച്ചു. അപ്പോൾ ക്രിയയാണ് വാക്യഭാഗം ആ സംഭവം ഉണ്ടാക്കിയത് അല്ലേ? അതിനിപ്പോൾ നമ്മൾ വാചകത്തിലെ സ്ഥാനവും നമുക്ക് പറഞ്ഞത് എത്രയാണത് ഓർക്കുന്നുണ്ടോ? 2ാം സ്ഥാനം. രണ്ടാമത് എപ്പോഴും വെക്കേണ്ട വാക്യഭാഗം വെർബ് അഥവാ ക്രിയയെ സൂചിപ്പിക്കുന്നതായിരിക്കും. ഇനി ഈ പ്രവൃത്തി ആരാ ചെയ്തതെന്നും മനസ്സിലായി അമ്മയ്ക്ക്. ആരാ ചെയ്തേ? തല്ലി എന്ന പ്രവൃത്തി ആരാ ചെയ്തേ? അപ്പോൾ ആര് തല്ലി? ആര്? ഉത്തരം ഏതാ? അധ്യാപകൻ. ആരെ തല്ലിയത്? അധ്യാപകൻ. ആ പ്രവൃത്തി ചെയ്തത് അധ്യാപകൻ. അപ്പോൾ അത് ആര്? അധ്യാപകൻ. ഇനി അത് തല്ല് അനുഭവിച്ച ആരെ കിട്ടി? തല്ലാർക്ക് കിട്ടിയത്? തല്ല് അനുഭവിച്ചതാരാ? ആ തല്ലിന് വിധേയമായതാരാ? കുട്ടി അല്ലേ? അപ്പോൾ കുട്ടിയെയാണ് അധ്യാപകൻ തല്ലിയത്. അപ്പോൾ അതിന് കാര്യം മനസ്സിലായി. അവിടെ ഉണ്ടായ പ്രവൃത്തി തല്ലിയതാണെന്ന് മനസ്സിലായി. അത് ആര് ചെയ്തു എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ആർക്കാണ് അത് അനുഭവിക്കേണ്ടി വന്നതെന്നും അമ്മയ്ക്ക് മനസ്സിലായി. അത് പ്രവൃത്തി മനസ്സിലായി, അത് ആര് ചെയ്തു എന്ന് മനസ്സിലായി, ആരെക്കാണത് അനുഭവിക്കേണ്ടി വന്നത് എന്നും മനസ്സിലായി, ആരെയാണ് തല്ലിയെന്ന് മനസ്സിലായി. അപ്പോൾ ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം അതിലുണ്ട്, ആരെയാണ് എന്നൊരു ചോദ്യത്തിന് ഉത്തരവുണ്ട്, എന്താ പ്രവൃത്തി എന്ന ചോദ്യത്തിന് ഉത്തരവുണ്ട് അതിൽ അല്ല. അപ്പോൾ 3 ഭാഗങ്ങളുണ്ട്. ഏതിന്? 3 വാക്യഭാഗങ്ങളുള്ളൊരു വാചകമാണ് അത്.
ഇതാണ് മലയാളത്തിൽ അത് പറഞ്ഞപ്പോൾ വ്യക്തമായി. ഇനി അപ്പോൾ ഇതിലെ ക്രമത്തിന് പ്രാധാന്യമുണ്ടോ അത് നമുക്ക് പരിശോധിക്കാനായിട്ട് അത് മാറ്റി പറഞ്ഞു നോക്കാം. കുട്ടിയെ എന്നുള്ളത് ആദ്യം തുടങ്ങിയിട്ട് ആ കുട്ടി രാമൻ പറഞ്ഞ അമ്മയോട് എന്ന് വിചാരിക്കുക. കുട്ടി ഇങ്ങനെയാണ് പറഞ്ഞത്: കുട്ടിയെ അധ്യാപകൻ തല്ലി. ഇങ്ങനെ പറഞ്ഞ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് അടി കൊണ്ടത്? ഈ വാചകത്തിൽ, രണ്ടാമത്തെ വാചകത്തിൽ പ്രകാരം അടി കൊണ്ടത് കുട്ടി. ആരാണത് അടിച്ചത്? അല്ലെങ്കിൽ ഈ പ്രവൃത്തി ചെയ്ത ആരാ? അധ്യാപകൻ. എന്താണ് അധ്യാപകൻ ചെയ്ത പ്രവൃത്തി? തല്ലി. ഈ മൂന്ന് കാര്യം തന്നെ ആദ്യത്തേന്ന് മനസ്സിലാകുന്ന കാര്യം തന്നെയല്ലേ രണ്ടാമത്തെ വാചകം പറഞ്ഞാലും മനസ്സിലാകുക? അതെ അല്ലേ? ഒരേ സംഭവം തന്നെയാണ് രണ്ട് വാചകം പറഞ്ഞാലും അമ്മ മനസ്സിലാക്കുക, നമ്മളും മനസ്സിലാക്കുക തന്നെയാണ് അല്ലേ? ഇനി ആ രാമൻ ഇങ്ങനെ അവന് തീരെ ഭാഷാ പരിജ്ഞാനമില്ല, അതിലത്ര വലിയ ഗ്രാമറും നോക്കിയിട്ടല്ല പറയാത്ത കുട്ടിയാണ് വിചാരിക്കുക. അവൻ ഇങ്ങനെ പറഞ്ഞു: തല്ലി അധ്യാപകൻ കുട്ടിയെ. ഒരു ക്രമരഹിതമായി പറഞ്ഞു. അപ്പോഴും എന്താണ് അതിലെ പ്രവൃത്തി? തല്ലി. ആരാണ് തല്ലിയത്? അധ്യാപകൻ. ആരെയാണ് തല്ലിയത്? അതായത് അനുഭവിച്ചത് ആരാ? അതൊക്കെ ഇതിൽ നിന്ന് കിട്ടും. മുൻവാചകങ്ങളിൽ പറഞ്ഞ അതേ കാര്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇതിനൊരു സത്യം നമുക്ക് മനസ്സിലായി. മലയാളത്തിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, വാക്യത്തിൻ്റെ ക്രമത്തിന് അത്ര വലിയ പ്രാധാന്യം ഇല്ല. എന്നാൽ ഇംഗ്ലീഷിലോ അങ്ങനെയല്ല. ഇപ്പോൾ ആദ്യ വാചകം നമ്മൾ ഇംഗ്ലീഷിലാക്കണമെങ്കിൽ അതിൽ ആദ്യം ആര് എന്നുള്ളത് തന്നെ വെക്കണം. ആ ഫസ്റ്റ് വരുന്നത് ആരാണ് പ്രവൃത്തി ചെയ്തത്. ഇവിടെ പ്രവൃത്തി നമുക്ക് മനസ്സിലായി, തല്ലീന്നാന്നുള്ളത്. അതിൻ്റെ ഇംഗ്ലീഷ് വിപ്പിടാന്ന് മനസ്സിലായി. അത് എപ്പോഴാണ് വെക്കേണ്ടതെന്ന് നമുക്ക് ഉറപ്പുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുറപ്പിച്ചതാണ് രണ്ടാമതാണെന്ന്. അപ്പോൾ ഒന്നാമതാണെന്നൊരു സംശയം മുന്നിൽ നിൽക്കുന്നുണ്ട്. മുന്നിലത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്ന വാക്യഭാഗമാണ് ആദ്യം വയ്ക്കേണ്ടത്. കാരണം അതാണ് പ്രഥമ സ്ഥാനം. ആര് പ്രവൃത്തി ചെയ്തത്? ആര്. കാരണം ഒരു പ്രവൃത്തി ചെയ്യാൻ ഒരു ആളോ സാധനമോ എന്തെങ്കിലും യന്ത്രമോ ഉണ്ടെങ്കിൽ പ്രവൃത്തി നടക്കുള്ളൂ. അപ്പോൾ അതില്ലാതെ പ്രവൃത്തി വരില്ലല്ലോ. അപ്പോൾ പ്രഥമ സ്ഥാനം ആരാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സാധനമാണ്, അല്ലെങ്കിൽ ഏത് ജന്തുവാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്, അത് വയ്ക്കണം. കാരണം അത് ഉണ്ടെങ്കിലല്ലേ പ്രവൃത്തി പറ്റുള്ളൂ. അതിന് ഫസ്റ്റ് സ്ഥാനം എപ്പോഴും ഏതിനായിരിക്കണം? ഇംഗ്ലീഷിൽ ഏതായിരിക്കണം? ആരാണ് ചെയ്തതെന്നുള്ളത്. ഇനി പിന്നെ രണ്ടാമത് ഏതായിരിക്കണം എന്ന് നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞു. ക്രിയയെ സൂചിപ്പിക്കുന്ന വാക്യഭാഗം. ഏതാണ് ക്രിയയെ സൂചിപ്പിക്കുന്ന വാക്യഭാഗം? ഇതിൽ വിപ്പിട്. അത് അതിന് ശേഷം ആരെ തല്ലി എന്ന് പറയണം. എന്ന് വെച്ചാൽ എന്തിനെയാണോ അല്ലെങ്കിൽ ആരെയാണോ തല്ലിയത്, അതായത് അനുഭവിച്ച ആളെ ശേഷം പറയണം. ഇത് ഒരു നിർബന്ധമാണ് ഇംഗ്ലീഷിൽ. മനസ്സിലായ? അപ്പോൾ വാക്യഭാഗത്തിന് ആര് എന്നുള്ള ആദ്യവും പ്രവൃത്തി രണ്ടാമതും പിന്നെ അനുഭവിച്ച ആൾ മൂന്നാമതും പറയണം എന്നുള്ളത് വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു മാറ്റമില്ലാത്ത റൂളാണത്. ആ സ്ഥാനം നമുക്ക് ഒരിക്കലും ലംഘിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏതു വാചകം അത്രയും ശരിയാക്കി കഴിഞ്ഞാൽ ഒരു 60-70% വാക്യം ശരിയായ ഇംഗ്ലീഷ് വാക്യമാകും. ഈ ഓർഡറെങ്കിലും കീപ്പ് ചെയ്താൽ മതി. അല്ലാതെ ഇനി അത് വിശദമായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ ക്ലിയർ ആകും. ഇപ്പോൾ ഒരു ഏകദേശ രൂപം തരാനായിട്ട് പറഞ്ഞതാണ്. ഇനി നോക്കുക. അപ്പോൾ രാജനോട് അവൻ്റെ അമ്മ ചോദിക്കുകയാണ്, എന്താ സ്കൂളിലുണ്ടായി എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ രാജൻ്റെ അമ്മയ്ക്ക് ഇത്തിരി ഇതുണ്ട്. എൻ്റെ മകൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്, അവൻ എൻ്റെ ചുറ്റുവട്ടത്തുള്ളവർ കേൾക്കട്ടെ ഇംഗ്ലീഷിലെ അവൻ്റെ പരിജ്ഞാനം, അതൊന്ന് മറ്റുള്ളവർ കേട്ടിട്ടൊന്ന് കണ്ണ് തള്ളുമ്പോൾ നമുക്കൊന്ന് പുളകമണിയാമെന്നുള്ളൊരു ഭാവക്കാരിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഇംഗ്ലീഷിൽ പറയടാ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇംഗ്ലീഷ് പറയുക? ഇങ്ങനെ തന്നെ പറയണം. ആദ്യം
ടീച്ചർ എന്ന് പറയണം, ആരാ ചെയ്തെന്നുള്ളത്. പിന്നീട് അടിച്ചു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പറയണം, വിപ്പിട് പറയണം. പിന്നെ ആർക്കാണ് കൊണ്ടതെന്ന് പറയണം. അതായത് ടീച്ചർ വിപ്പിട് സ്റ്റുഡൻറ്റ് എന്ന് പറയണം, നിർബന്ധമാണ്. ഇനി ഇതുപോലെ നേരത്തെ പോലെ കുട്ടിയെ അധ്യാപകൻ തല്ലിന്ന് മാറ്റി പറഞ്ഞ പോലെ ഇതിലെ ടീച്ചറും സ്റ്റുഡൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞു നോക്കിയേ എന്ത് സംഭവിക്കുന്നറിയൂ. ആ രാജ്യം വന്ന അമ്മയോട് പറഞ്ഞത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, സ്റ്റുഡൻറ്റ് വിപ്പിട് ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവന് നടന്ന കാര്യമല്ല അവിടെ പറയുന്ന അർത്ഥം. കുട്ടി അധ്യാപകനെ തല്ലി എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. സ്ഥാനം മാറ്റിയപ്പോൾ അർത്ഥം മാറി. അധ്യാപകൻ കുട്ടിയെ തല്ലിയെന്ന് മാറിയിട്ട് അർത്ഥം എന്തായി? അങ്ങോട്ടും സ്ഥാനം മാറ്റി. സ്റ്റുഡൻറ്റിൻ്റെ സ്ഥാനം ഫസ്റ്റും സീറ്റിലെ സ്ഥാനം അങ്ങോട്ടും മാറ്റിയപ്പോൾ സ്റ്റുഡൻറ്റ് വിപ്പിടുക ടീച്ചർ എന്ന് പറയുമ്പോൾ എന്തായി? കുട്ടി അധ്യാപകനെ തല്ലിയെന്നായി. അപ്പോൾ രണ്ട് കാര്യമായി മാറി. ഇതങ്ങനെ മറ്റുള്ളവർ കേട്ടാൽ എന്തുണ്ടാവും? അപ്പോൾ ഇതൊരു വാർത്തയാവും. ന്യൂജൻ ഇതിൽ ഈ ഭാഷയിൽ പറഞ്ഞത് വാർത്തയാവും, വൈറലാവും അല്ലേ? കാരണം ഇത് ഭയങ്കര ന്യൂസല്ലേ. കുട്ടി അധ്യാപകനെ തല്ലി, ആരടാം എടുക്കുന്നൊക്കെ നമ്മൾ അന്വേഷിക്കാൻ നോക്കും. അപ്പോൾ ഇതിനെന്താ മനസ്സിലാക്കണത്? നമ്മുടെ ഭാഷ പോലെയല്ല, ഈ സ്ഥാനമാറ്റം വന്നു കഴിഞ്ഞാൽ ഭയങ്കര അർത്ഥവ്യത്യാസം വരും. ചില വാചകങ്ങൾ നമ്മൾ അർത്ഥവ്യത്യാസം വന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇംഗ്ലീഷ് ചാനലിലെ ഒരു ലേഡി പഠിപ്പിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിദേശ നാട്ടുകളിൽ നിന്ന്, അന്യനാട്ടിൽ നിന്ന് അവരുടെ നാട്ടിലേക്ക് വരുന്ന വിദ്യാർത്ഥി ചിലപ്പം പറയുന്ന ചില തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളൊരു ബോർഡിൽ. ഇപ്പോൾ ഞാൻ 2 ഇതുകൾ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷ് വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വിശദമാക്കാനാണ് ഞാനിത് പറയുന്നത്. അപ്പം ഇതിങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പലരും ഇംഗ്ലണ്ട് അങ്ങനത്തെ നാട്ടിലൊക്കെ യൂറോപ്പിലേക്കൊക്കെ പലരും ഉപരിപഠനത്തിനൊക്കെ പോവും. അവിടെ ചെന്ന് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് അവർ ജീവിക്കും. അങ്ങനെ പലരും ഉപരിപഠനത്തിനും അവിടെ ജോലിക്കായിട്ടൊക്കെ പലരും പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പഠിച്ച ഒരാൾ ഇംഗ്ലണ്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ കുറച്ചാളൊക്കെ കഴിഞ്ഞ് കുറേ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായി. അവരൊരു സ്ത്രീയുമായി പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുക. അതിൻ്റെ അടുപ്പത്തിലാണ്. അപ്പോൾ അവർ ഒരു ദിവസം ഈ നമ്മുടെ ഈ ആൾ ആ ലേഡിയോട്, ആ സ്ത്രീയോട് ആദ്യ വാചകം പറഞ്ഞു വിചാരിക്കുക, ഐ ഷാൽ ടേക്ക് യു ടു ഈറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ചിലപ്പോൾ എന്ത് ചെയ്യൂലേ, ആ സ്ത്രീ എന്ത് ചെയ്യും? ചാടി എഴുന്നേറ്റ് വന്ന് ഒരു കിസ്സൊക്കെ കൊടുത്തു എന്നിരിക്കും സന്തോഷം കൊണ്ട്. കാരണം എന്താ? ആദ്യ വാക്കിൻ്റെ അർത്ഥതാണ് നിന്നെ ഞാൻ കൊണ്ടുപോകാം. എന്തിന്? പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. ആ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ നിന്നെ ഞാൻ കൊണ്ടുപോകാം എന്നൊരു ഓഫറാണ് നമ്മുടെ ഹീറോ പറഞ്ഞത്, നായകൻ ആ പെൺകുട്ടിയോട് പറഞ്ഞത്. അപ്പോൾ പെൺകുട്ടിക്ക് എന്തായാലും വളരെ സന്തോഷം വരും. ചാടി എഴുന്നേറ്റ് ചിലപ്പോൾ ഒരു കിസ്സൊക്കെ കൊടുക്കുക അവർ സന്തോഷം കൊണ്ട്. അവരുടെ രീതി അതാണല്ലോ. പക്ഷേ നമ്മുടെ കഥാനായകൻ അതേ കാര്യം ഇംഗ്ലീഷിൻ്റെ പരിചയക്കുറവാണ് ഇങ്ങനെ പറഞ്ഞു വിചാരിക്കുക, ഐ ഷാൽ ടേക്ക് യു ടു ഈറ്റ് യു ഔട്ട്. അങ്ങനെയാണ് പറഞ്ഞു വിചാരിക്കുക. ഇങ്ങനെ വളരെ തെറ്റിയിട്ട് നമ്മൾ പറയാറുണ്ട് എന്നാണ് ആ ചാനലിലെ ആ അധ്യാപിക ഒരിക്കൽ ഞാൻ പറയുന്നത് കേട്ട്. ഞാനാകെ ഞെട്ടിപ്പോയതിൻ്റെ അർത്ഥം കേട്ടപ്പോൾ. കാരണം നിങ്ങളോട് പറയാൻ കൊള്ളാത്ത ഒരു അസഭ്യമായ വാചകമാണ് അത്. ഇത് പറഞ്ഞു കഴിഞ്ഞ നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ഒരു എന്നൊരു ശബ്ദം കേൾക്കും. പിന്നെ കണ്ണ് കാണില്ല ആ ചെക്കന്. കാരണം എന്താ? ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ചെപ്പി മടി വീണുണ്ടാവും. കാരണം അത്ര വലിയ അശ്ലീലാണത്. എന്താ സംഭവിച്ചത്? ഒരു വാക്യഭാഗം ഒന്ന് സ്ഥാനം മാറി. ഒരു വാക്യഭാഗം
ഒരു സ്ഥാനം മാറി. അപ്പോൾ ഇംഗ്ലീഷിൽ വാക്യഭാഗത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ, വളരെ ഇമ്പോർട്ടൻ്റാണ്. മനസ്സിലായ? അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ മനസ്സിലായിണ്ടാവില്ലേ? ജിജ്ഞാസയുണ്ട് പറയുവാനായിട്ട്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ തനിയെ കണ്ടുപിടിക്കും. അങ്ങനെ ഒരു സമയം ഒരു 60 മണിക്കൂർ കഴിയുമ്പോൾ ഉണ്ടാകും. നിങ്ങൾ എന്നോടൊപ്പം വരികയാണെങ്കിൽ, ഒരു വഞ്ചിക്കൊപ്പം തോണിക്കാരൻ പോണ പോലെ എന്നോടൊപ്പം നിങ്ങൾ കൂടെ വരുന്നുണ്ടെങ്കിൽ, അതേ ഞാൻ പറയുന്നത് കേട്ട് അതുപോലെ പഠിക്കുകയാണെങ്കിൽ, 2-3 വട്ടം കണ്ട് വീഡിയോ കൊണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ച് ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് മനസ്സിൽ ഉറപ്പിക്കുകയാണെങ്കിൽ സാധ്യമാവും കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് മലയാളത്തെ അപേക്ഷിച്ച് വളരെ പ്രാധാന്യമുള്ള, അദ്ദേഹത്തിന് സ്ഥാനത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ലാംഗ്വേജാണ്. അതാണ് നമുക്ക് മലയാളികൾക്ക് ഇംഗ്ലീഷ് കിട്ടാതിരിക്കാനുള്ള പ്രധാന കാരണം. അപ്പം അത് നമ്മൾ എങ്ങനെയാണ് മറികടക്കുക എന്നുള്ള തത്രപ്പാടിലാണ്. അതിനാണ് നിങ്ങളെ ഞാൻ ഇപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓവർകം ചെയ്യാൻ. അപ്പോൾ നമുക്കിതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിപ്പോൾ ചില ആളുകൾ പറയും ഇംഗ്ലീഷിൻ്റെ ഏകദേശം അർത്ഥം അറിഞ്ഞാൽ മതിയെന്ന്. ഒരിക്കൽ നമ്മുടെ വീട്ടിലൊരു ചർച്ച ഉണ്ടായി. ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടികൾ പഠിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഒരു തർക്കം. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്ന ഒരു വിഭാഗവും മറ്റുള്ളവർ ഭൂരിഭാഗം പേര് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണം എന്നുള്ള ആളുകളും തമ്മിലൊരു തർക്കമായിരുന്നു. അപ്പോൾ അവർ പറയുന്നത്, ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് അർത്ഥം പഠിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികളിപ്പോൾ ഏകദേശം അർത്ഥം എടുത്തിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് മുഴുവൻ തെറ്റിദ്ധാരണകളാണ് അവരുടെ മനസ്സിൽ. പല കാര്യം കണക്കൊക്കെ പല തെറ്റായിട്ടാണ് മനസ്സിലാക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഏകദേശമൊക്കെ മനസ്സിലാക്കിയാൽ മതിയെന്ന്. ഏകദേശം മനസ്സിലാക്കിയാൽ മതി, ഇതിൻ്റെയൊക്കെ അർത്ഥം ഏകദേശം മനസ്സിലാക്കിയാൽ മതിയോ? എന്നാൽ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, പറ്റില്ല. ഇതൊക്കെ ഒന്നാന്തരം തെറിക്ക് തുല്യമായ വാക്യമാണത്. അത് പറ്റുമോ? അത് കാരണം ഏകദേശം മനസ്സിലാക്കിയുള്ള ഒരു അനുഭവം ഉണ്ടാക്കി. അത് പോരാ എന്നുള്ളത് എനിക്ക് വളരെ ദൃഢമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ കൂട്ടുകാരൻ ഈ ഒരു വാട്സപ്പ് മെയിൽ വന്നത് തെറ്റായി വായിച്ചു. ഒരു 10 ലക്ഷത്തോളം രൂപ ഡെപ്പോസിറ്റ് അത് പോയി. അത് എന്താ കാരണം? തെറ്റായിട്ട് അർത്ഥമെടുത്തു. അതായിരുന്നു കാരണം. എന്താണ് കാരണം? തെറ്റായിട്ട് വാക്യത്തിൻ്റെ അർത്ഥം എടുത്തു. അപ്പോൾ തെറ്റിദ്ധരിച്ചിട്ട് അവരെ വിശ്വസിച്ച് ഡെപ്പോസിറ്റ് പൈസ പോയി. അപ്പോൾ ഞാൻ ഈ മെയിൽ ഇങ്ങനെ ഒരു അബദ്ധം അവൻ അർത്ഥമെടുത്ത് ഞാൻ അവന് ബോധ്യപ്പെടുന്നില്ല ഇതല്ല അർത്ഥം എന്ന് വായിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇത് NIEയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ട് വായിച്ച് അർത്ഥം പറയാൻ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയും തെറ്റിദ്ധരിച്ച് ഇതിൻ്റെ അർത്ഥം എടുക്കുക. മനസ്സിലായ? അപ്പോൾ അവിടെയും ഇവർ രണ്ടുപേരും പോസ്റ്റ് ഗ്രാജുവേറ്റ്സാണ്. എന്നിട്ടും അർത്ഥം എടുക്കുന്നത് എന്താ? തെറ്റായിട്ട് അർത്ഥം എടുക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ നിലവാരം എത്ര താന്നുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ. അപ്പോൾ മൊത്തത്തിൽ എത്ര ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും കാര്യമില്ല. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ വളരെ ഇതാണ്. നമുക്ക് ഓവർകം ചെയ്യണം. നമുക്ക് എൻ്റെ ഒരു വാശിയും നിങ്ങളും അതേ വാശിയിലെടുത്ത് 60 മണിക്കൂർ കൊണ്ട് ഇംഗ്ലീഷ് നന്നായി പഠിച്ചിരിക്കണം കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ശ്രമത്തിലാണിത്. അപ്പം നമുക്ക് സ്ഥാനത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി, കൃത്യതയുടെ ഇമ്പോർട്ടൻസും മനസ്സിലായി, ഏകദേശം അർത്ഥം എടുത്താൽ പോരാ എന്നുള്ളതും ബോധ്യമായല്ലോ. ഇനി ഇതുവരെ പറഞ്ഞതിൽ ഇൻഡയറക്റ്റായിട്ട് ഞാൻ എന്താണ് വാക്യഭാഗം എന്ന് പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഒന്നും കൂടിയും വ്യക്തമാവാം. ഇപ്പോൾ സമയം ഇങ്ങനെ പെട്ടെന്ന് പോകുന്നു നോക്കണ്ട. കാരണം സാവകാശം ഇത് പഠിക്കാൻ പാടൂ, അല്ലെങ്കിൽ ഗുണം ചെയ്യില്ല. കാരണം ഓരോന്നും ഉറച്ചുറച്ച് പോകണം. അതുകൊണ്ടാണ് സമയമെടുക്കുന്നത്. അതിൽ നിങ്ങൾ ഇത് വിചാരിക്കരുത്, ഇത് പെട്ടെന്ന് എടുത്തിട്ട് കാര്യമില്ല. ഗുളിക വിഴുങ്ങുന്ന പോലെ പെട്ടെന്ന് ഇട്ട് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ എന്തുട്ടാ കഴിക്കാൻ തന്നെ നമുക്കറിയില്ല, അതിൻ്റെ രുചിയെല്ലാം അറിയൂ. അതേപോലെയാണിത്. പെട്ടെന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല.
ഒന്നും തങ്ങി നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാൻ സ്ലോവിൽ എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇന്ന് ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കിയ ഇതിന് ഞാനൊരു ചോദ്യം നിങ്ങൾ അടുത്ത ഇതിൽ ഞാനൊരു ക്വിസായിട്ടൊരു ചോദ്യം ചോദിക്കും. ഞാൻ ഇൻഡയറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് വാക്യഭാഗം. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടോ ഏകദേശം? അപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയെന്നുള്ള ചോദ്യമായിരിക്കും. നിങ്ങളത് ആലോചിച്ച് വരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് വിട. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.